എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ബോൺസായി ആൽമരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങളുടെ ശേഖരത്തിൽ നിന്നുള്ള ഈ ബോൺസായി മരങ്ങളുടെ പ്രായം ഏകദേശം 20 മുതൽ 35 വർഷം വരെയാണ്. സാധാരണയായി ആൽമരങ്ങൾ നമ്മൾ കാണുന്നത് ക്ഷേത്രങ്ങളുടെ പരിസരത്തും പാർക്കുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമൊക്കെയാണല്ലോ. അവയൊക്കെ ഒന്നുകിൽ പേരാൽ അല്ലെങ്കിൽ അരയാൽ ആയിരിക്കും. ഈ മരങ്ങൾ ഉൾപ്പെടുന്ന ഫൈക്കസ് എന്ന ഫാമിലിയിൽ ഏകദേശം 850-ലധികം ഇനത്തിൽപ്പെട്ട മരങ്ങളുണ്ട്. പ്രകൃതിയിൽ ഏറ്റവും അധികം ഓക്സിജൻ നൽകുന്നത് ആൽ ഇനത്തിൽപ്പെട്ട മരങ്ങളാണെന്ന് പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ ചെറുപതിപ്പുകൾ, അതായത് ബോൺസായി മരങ്ങൾ നമ്മളുടെ വീട്ടുമുറ്റത്തും അതുപോലെ വീട്ടിനുള്ളിലും വയ്ക്കുന്നതിന് ഒട്ടും മടിക്കേണ്ടതില്ല. നേരിട്ടുള്ള സൂര്യപ്രകാശം ആൽമരങ്ങൾക്ക് അധികം ആവശ്യമില്ല. വീട്ടുമുറ്റത്തും അതുപോലെ അല്പമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന മറ്റേത് സ്ഥലത്തും നമുക്ക് ഈ ബോൺസായി മരങ്ങൾ വളർത്താൻ സാധിക്കും. ഏതൊക്കെ ഘടകങ്ങളാണ് ആൽമരങ്ങളെ ബോൺസായി പ്രേമികളുടെ ഇഷ്ടമരങ്ങളാക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം ആകർഷകങ്ങളായ അവയുടെ തായ്തടി അല്ലെങ്കിൽ ട്രങ്കാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രായമായ ഒരു മരത്തിൻ്റെ തായ്തടി എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇവയുടെ വളർച്ച. അടുത്തതായി ആർച്ചിങ് ബ്രാഞ്ചസ്, അതായത് പന്തലിച്ച് വളരുന്ന ശിഖരങ്ങൾ. ഈ ശിഖരങ്ങൾ വയറിങ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ നമ്മുടെ ബോൺസായി മരത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. തിളക്കമുള്ള പച്ച ഇലകൾ എപ്പോഴും പുതുമ തോന്നിക്കുന്നതും വളരെ ഭംഗിയുള്ളതുമാണ്. പൂക്കൾ അത്ര പ്രകടമല്ലെങ്കിലും ഭംഗിയുള്ള ചുവന്ന കായകൾ ഈ ആൽമരങ്ങളെ കൂടുതൽ ആകർഷകങ്ങളാക്കുന്നു. ആൽ കുടുംബത്തിലെ മിക്കവാറും എല്ലാ മരങ്ങളിലും ഹാങ്ങിങ് റൂട്ട്സ് ഉണ്ടായിരിക്കും. ഇവ താഴേക്ക് വളർന്ന് മണ്ണിലെത്തിക്കഴിഞ്ഞാൽ മെയിൻ ട്രങ്കിനൊരു സപ്പോർട്ട് പോലെ ആയിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ സപ്പോർട്ടിംഗ് റൂട്ട്സ് അല്ലെങ്കിൽ താങ്ങുവേരുകളെന്നും അറിയപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്നത് കൊണ്ട് ഈ ആൽമരങ്ങളെ സംരക്ഷിക്കാനും വളരെ എളുപ്പമാണ്. സാധാരണയായി കീടങ്ങൾ ഈ മരങ്ങളെ അധികം ആക്രമിക്കാറില്ല. ഈ കാണുന്ന പേരാൽ ബോൺസായി മരത്തിന് ഏകദേശം 35 വർഷത്തിലധികം പ്രായമുണ്ട്. ഈ മരത്തിൻ്റെ തൈ ഞങ്ങൾക്ക് ലഭിച്ചത് പഴയ ഒരു മതിലിൽ നിന്നുമാണ്. ഇത് അരയാൽ ബോൺസായി മരമാണ്. ഇതിനും ഏകദേശം 30 വർഷത്തിലധികം പ്രായമുണ്ട്. ഈ കാണുന്നതെല്ലാം ഫൈക്കസ് മൈക്രോകാർപ്പ എന്ന വിഭാഗത്തിൽപ്പെട്ട ബോൺസായി മരങ്ങളാണ്. ഇവയെല്ലാം തന്നെ ഏകദേശം 20 വർഷത്തിന് മുകളിൽ പ്രായമുള്ളവയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് കൂടാതെ ഫൈക്കസ് ഫാമിലിയിൽപ്പെട്ട ധാരാളം ബോൺസായി മരങ്ങൾ ഞങ്ങളുടെ ശേഖരത്തിൽ വേറെയുമുണ്ട്. മറ്റൊരു വീഡിയോയിൽ അവയെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കാം. കമ്പുകൾ മുറിച്ച് നട്ട് ആൽമരങ്ങളെ നമുക്ക് വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബോൺസായി തുടക്കക്കാർക്ക് പരീക്ഷിച്ച് നോക്കാൻ ഏറ്റവും യോജിച്ചവയാണ് ആൽമരങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു.